എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിന് പറയുന്നത് കണ്ണൻ കൊഴിയാള എന്നാണ്. കണ്ണൻ കൊഴിയാള മുളകിട്ട് വെച്ചത് കണ്ണൻ കൊഴിയാള മുളകിട്ട് വെച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതൊരു എൻ്റെ ശൈലിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ശൈലിയിൽ എനിക്കറിയില്ല എത്രത്തോളം വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1/2 കിലോ കണ്ണൻ കൊഴിയാള കണ്ണൻ കൊഴിയാള എന്ന് പറയുന്ന ഈ സംഭവമാണ്. ഈ കണ്ണൻ കൊഴിയാള എന്ന് പറയാൻ കാരണം ഇതിൻ്റെ കണ്ണ് കുറച്ച് ഇങ്ങനെ വലുതായതുകൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതാണ് കണ്ണൻ കൊഴിയാള ഒരു 1/2 കിലോ എടുത്തു. പിന്നെ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ. പുളി നമുക്ക് കുടംപുളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാളംപുളി ഉപയോഗിക്കാം. ഇപ്പം ഞാൻ വാളംപുളിയുടെ പേസ്റ്റാണ് എടുത്തത്, 1 ടീസ്പൂൺ പേസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് എടുത്തു കുറച്ച്. പിന്നെ ചുവന്നുള്ളി എന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി വന്നിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചത് എടുത്തു. പിന്നെ താളിക്കാനായിട്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ താളിക്കുന്ന കടുക് വെച്ചിട്ടല്ല ഈ മീൻ താളിക്കുന്നത്, ഉലുവ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉലുവ, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളവും എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിമേലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിമേൽ മീൻ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മളൊരു ട്രഡീഷണൽ ഒരു ഇത് കിട്ടും. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒരു 3 സ്പൂണോളം ഒഴിച്ചു. 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം ചട്ടി കുറച്ച് ഓൾറെഡി തന്നെ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചട്ടി ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പല നാട്ടിലും മീനുകൾക്ക് പല പേരാണ്. അപ്പോൾ ഇവിടെ അടുത്ത് പറഞ്ഞ കണ്ണൻ കൊഴിയാള എന്നാണ്. ചില സ്ഥലങ്ങളിൽ ഈ മീനിൻ്റെ കണ്ണ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ് കറി വയ്ക്കുക ഉണ്ടാവുക. പക്ഷെ ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ആക്ച്വലി ഇതിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ട്. തോല് കളഞ്ഞ മീനാണ്. തോല് കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. ഞാൻ തന്നെ വൃത്തിയാക്കിയതാ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളുണ്ട്. മുളകിട്ട് വെച്ചത് കാരണം മുളക് പൊടി മാത്രം മതി, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉലുവ, കുറച്ച് മതി. ഭയങ്കരമായിട്ട് ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ചൊയ വരും. അപ്പോൾ ആ ചൊയ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കൈക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു 10-20 ഇങ്ങനെ എണ്ണ നമുക്ക് കിട്ടും. അപ്പൊ അത്ര ഉലുവ ഇതിലേക്ക് കടുകിന് പകരം ഞാൻ ഇട്ട് കൊടുത്തു. ഉലുവ ഇടുമ്പോഴത്തേക്ക് മീനിന്റെ ഒരു ഫ്ലേവർ മാറും. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് കാരണമാണ് ഞാൻ ഉലുവ ഇട്ട് ഇങ്ങനെ താളിക്കുന്നത്. പിന്നെ കറിവേപ്പില ഞാനിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഇടില്ല. അപ്പോഴത്തേക്കും ആ കറിവേപ്പിലയുടെ ഒരു മണവും ഗുണവും ഒക്കെ പോകും. അത് കാരണം ഞാൻ കറിവേപ്പില പിന്നെയാണ് ഇടാറ്. മീനിന്റെ തിള വന്നതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഇടാറ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും മീൻ കറി ഉണ്ടാക്കുന്നത് പല വിവിധ തരമാണ്. ഇതിപ്പോ എൻ്റെ ഒരു ശൈലിയിൽ ഞാൻ ഈ മുളക് കറി വെക്കുന്നതാണ്. ഇപ്പൊ ചില സ്ഥലത്ത് വേറെ ശൈലിയിലായിരിക്കാം മുളക് കറി ഉണ്ടാക്കുന്നത്. സോറി. അപ്പൊ എൻ്റെ ഒരു ശൈലിയിൽ ഞാൻ മുളക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ ഉലുവ പൊട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനിത് ചുവന്നുള്ളി ഇതിലേക്കിടാണ്. ചുവന്നുള്ളി ഇട്ടു. ചുവന്നുള്ളി ഇനി നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഒരു ബ്രൗൺ കളറിലേക്ക് വരണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാത്. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ ഒരു പച്ചച്ചായ മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് വന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ടുള്ള ഈ അരച്ചു വെച്ചിരുന്ന പേസ്റ്റാണ്. അത് ഉള്ളിയുടെ ആ പച്ചച്ചായ മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മളിത് ആഡ് ചെയ്യാവൂ. എന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസം വച്ചേക്കുന്നത് മീൻകറി ആണെങ്കിൽ ഉള്ളിയുടെ പച്ചച്ചായ മാറി നന്നായിട്ട് ഉള്ളി മൂത്തില്ലെങ്കിൽ മീൻകറി പെട്ടെന്ന് കേടായി പോകും. ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി നാളെ ഫുൾ ഡേ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതിൽ വേറെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് വെക്കുന്നില്ല. ടൊമാറ്റോ, പച്ചമുളക് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇട്ട് വെക്കുന്നില്ല. അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻകറി പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ, മതിയാവും. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ മുളക് പൊടി ഇടുകയാണ്. 3 സ്പൂൺ മുളക് പൊടി. വേറൊരു പൗഡർ യൂസ് ചെയ്തിട്ടാണ്. മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പം അത് കാരണം ചെറുപ്പം ഇത്രയും 3 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ ഭയങ്കര എരിവായി പോകില്ലാണ്. ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എരിവ് അധികം ഉണ്ടാവില്ല. അപ്പം അത് കാരണമാണ് ഈ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഉള്ളിമേലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. അത് മുളക് പൊടി നന്നായിട്ടൊന്ന് നല്ല ആ മുളക് പൊടിയുടെ കളർ മാറിയിട്ടൊരു വേറൊരു കളറിലേക്ക് പോകും. മുളക് പൊടി ഒരു ബ്രൗൺ കളറിലേക്ക് പോകും. അപ്പം അതുവരെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. ഇത് ഡ്രൈ ആയിട്ട് ഈ ഒരു കണക്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചട്ടിമേൽ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം കുഴപ്പമില്ല, നല്ലൊരു ഇതായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചട്ടി വല്ലാണ്ട് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം, വല്ലാണ്ട് കൂടി പോകരുത്, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളമാണ് ഈ പേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആവും. അതിൻ്റെ കൂടെ ഈ പൊടി നന്നായിട്ട് മിക്സ് ആവും. അതും നല്ലോണം ഡ്രൈ ആക്കി കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുക്കുക. നല്ലോണം ഡ്രൈ ആക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. താളിക്കുമ്പോൾ കറിവേപ്പില ഇട്ടാൽ വല്ലാണ്ട് കറിവേപ്പിലയുടെ ആ ഒരു മണവും സ്വാദും ഒക്കെ പോകും. അത് കാരണം ഞാൻ താളിക്കുമ്പോൾ കറിവേപ്പില ഇടാറില്ല, ഇങ്ങനെയാണ് ഇടാറ്. അപ്പോൾ അതിൻ്റെ ഫ്രഷ് മണം അങ്ങനെ തന്നെ നിൽക്കും. ഇത് നല്ല വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. കടന്ന് മേടിക്കുമ്പോൾ മരുന്നൊക്കെ തളിച്ചിട്ടൊക്കെ ഉള്ള കറിവേപ്പിലയായിരിക്കും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ്. ബാക്കി വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പം അത് കാരണം ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പ് വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നമ്മളിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വല്ലാണ്ട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ വറ്റി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ മീനിന് വല്ലാണ്ട് വേവ് അധികം ഇല്ല. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തീയിലിരുന്നാൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി സെറ്റ് ചെയ്യാനായിട്ട്. മീൻ നല്ലോണം തിള വന്നു. ഞാൻ അതിലേക്ക് മീൻ ഇടുകയാണ്. മീൻ എപ്പോഴും നമ്മളിങ്ങനെ കഴുകി വെച്ച മീനായാൽ കൂടി നമ്മൾ അതിൽ നിന്ന് മീനിങ്ങനെ എടുത്തിടുക. അല്ലെങ്കിൽ മീനിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാർന്നിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം കറിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മീൻ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്തിടുക മാക്സിമം. മീനിങ്ങനെ അതിനുള്ളിലേക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം മതിയാവും. അത്ര വെള്ളം മതിയാവും. നമുക്ക് ഒരു തരത്തിൽ കിടക്കുന്ന തരത്തിലുള്ള വെള്ളം മതിയാവും. ഇത്ര ഒരു ഗ്രേവിയിലേക്ക് ഇങ്ങനെ ഇത് കിടന്നാൽ മതി. അപ്പോൾ തീ നല്ല തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിടുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഞാനൊരു ഗ്ലാസിൻ്റെ അടപ്പാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ആവി ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഇതായി കിട്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. മീൻ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നല്ല തിളവന്നിട്ട് മീൻ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വറ്റി വന്നിട്ടുണ്ട് മീൻ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നല്ല തണുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് സ്വാദ് വരുന്നത്. ഇപ്പോൾ മീൻ റെഡിയാണ്. വേണമെങ്കിൽ നമുക്കൊരു 2 തുള്ളി ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട് മീൻകറി, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലേവറായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് മീൻകറി കിട്ടും. ഇത്ര ഇതായിട്ട് നമുക്ക് നല്ലൊരു തിക്കായിട്ടിരിക്കണം. ഇങ്ങനെ മീനിൻ്റെ കഷ്ണങ്ങളിൽ ഇങ്ങനെ ഗ്രേവി പിടിച്ചിരിക്കണം. ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ ഒരു ഫിഷ് കറി നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക. മീൻ മുളകിട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇത് ചോറിൻ്റെ കൂടൊപ്പം കപ്പയോടൊപ്പം ഇപ്പോൾ ചപ്പാത്തിയോടൊപ്പം ഏതിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.